ഇന്ത്യ കളി ജയിച്ച ശേഷം ഗ്രൗണ്ടിൽ ഒരുപാട് സെലിബ്രേഷൻ നടത്തിയിരുന്നു. താരങ്ങളുടെ വീട്ടുകാരും മറ്റും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയം വിരാട് കോഹ്ലി ഷമിയുടെ മാതാവിനോട് ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റി ഷമി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ മത്സരത്തിൽ കോഹ്ലിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും കോഹ്ലി സപ്പോർട്ടായിട്ട് ടീമിനൊപ്പം ഉണ്ടായിരുന്നു. പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് രോഹിത് ആയിരുന്നു. ഇന്നലെ കളി കഴിഞ്ഞ ശേഷം ഷമി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീം നേടിയിരിക്കുകയാണ്. പക്ഷേ എന്നെ കൂടുതൽ സന്തോഷവാനാക്കിയത് കോഹ്ലി ചെയ്തൊരു കാര്യമാണ്. കോഹ്ലി ഇന്നലെ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് അവരുമായി ഒരുപാട് സംസാരിച്ചു. അവരുടെ ആശീർവാദം കോഹ്ലി ഏറ്റുവാങ്ങി. കോഹ്ലിയുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. സ്വന്തം അമ്മയോടുള്ള റെസ്പെക്റ്റാണ് കോഹ്ലി എൻ്റെ മാതാവിനോട് കാണിച്ചത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ഒരു ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചിട്ടില്ല. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ അത് നേടുന്നത്. ആ ഒരു ടീമിൽ അംഗമാകാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും ഒരുപാട് ICC ട്രോഫികൾ ഇന്ത്യൻ ടീമിന് ലഭിക്കട്ടെ എന്ന് മുഹമ്മദ് ഷമി വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആയത് വിരാട് കോഹ്ലി ആയിരുന്നു. കോഹ്ലി ഷമിയുടെ മാതാവിന്റെ അടുത്ത് പോയി ചെയ്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. കോഹ്ലിയുടെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. മുഹമ്മദ് ഷമിയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് കോഹ്ലി ആശീർവാദം ഏറ്റുവാങ്ങി. കോഹ്ലി എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വലിയവരായാലും ചെറിയവരായാലും കോഹ്ലിക്ക് എല്ലാവരും തുല്യരാണ്. കോഹ്ലി നല്ലൊരു ക്രിക്കറ്റർ മാത്രമല്ല, നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. ഇന്ത്യ കപ്പ് നേടിയ ശേഷം രോഹിത്തും കോഹ്ലിയും ഒരുമിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ രാജ്യം മൊത്തം ഇന്നലത്തെ വിജയം സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.